ഹലോ വെൽക്കം ബാക്ക് ടു ഓസി ടോക്കീസ്. സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് മോൾദീവ്സിൻ്റെ. അപ്പം ഈ വർഷം ലാസ്റ്റ് ഡേ അറ്റ് മോൾദീവ്സ് ആണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ദിയ കൃഷ്ണ തൻ്റെ ഓസി ടോക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലൂടെ ഇന്ന് അപ്ലോഡ് ചെയ്തൊരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ആൻഡ് ബൈ ദ വേ, ഈ വീഡിയോ കാര്യമായിട്ട് ഈ വീഡിയോയിൽ സംസാരിച്ചത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് കേട്ടതും എവിടെയോ റോഡരികിൽ നിൽക്കുന്ന ഒരു സ്ത്രീ പ്രസവിച്ചിട്ടുള്ള ഒരു മകനായിട്ടുള്ള അശ്വിൻ ആണ് എന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് കമൻറ്റ് ബോക്സാണ്. സീരിയസ്ലി ഈ ഒരു വീഡിയോ അവർ ഇന്നലത്തെ കഴിഞ്ഞ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും ദിയയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഒരു ജാള്യത ഫീൽ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തായാലും അശ്വിനാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അവർ സംസാരിച്ചിട്ടില്ല. പക്ഷേ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ഇവർക്ക് ഈ വീഡിയോയിലും എതിരാണ്. സാധാരണ ഇവർ 3 പേരും കൂടി, ആ കുട്ടിയും അച്ഛനും അമ്മയും ഇവർ 3 പേരും കൂടി വീഡിയോ എടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ക്യൂട്ട്നെസ്, ആ കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഒന്നും കാണുന്നില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ സീരിയസ്ലി ആ ഒരു കാര്യത്തിന് എത്രത്തോളം ആൾക്കാർക്ക് എതിർപ്പ് ഫീൽ ചെയ്തു എന്നുള്ളത് അത് ഈ ഒരു വീഡിയോയിലെ കമൻറ്റ് ബോക്സ് നോക്കിയാലും മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, 15 ലക്ഷത്തിൽ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഇവർ ഏകദേശം 20ൻ്റെ മുകളിൽ 25,000-ഓളം എന്നാണ് എനിക്ക് തോന്നുന്നത്. 25,000-30,000 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റർക്ക് 20,000-ൽ പരം ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ഒരു ചാനലിൽ മാത്രം നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭയാനകമായ വേർഷനാണ് അവരുടെ വായെന്ന് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചറിയാം. നമ്മൾ 99.9% ആൾക്കാരും ഈ ഒരു വിഷയത്തെ എതിർത്തിട്ടേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് 99.9 പറയാൻ കാരണം വെച്ചാൽ എപ്പോഴും 1% നമ്മളിപ്പോൾ ടോയ്ലറ്റ് എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പരസ്യം പോലെ 1% കീടാണു അവിടെ കിടക്കുമല്ലോ. ദി സോ കോൾഡ് കീടാണു. നമ്മൾ പണ്ട് ഷിംജിതയെ ഒരുവിധം എല്ലാവരും, മറ്റേ ആ ദീപകിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഷിംജിതയെ എല്ലാവരും വിമർശിച്ച സമയത്തും ഈ കീടാണു അന്നും സംസാരിച്ചു. ഞാൻ കീടാണുവിൻ്റെ പേര് പറയുന്നില്ല, വെറുതെ നമുക്ക് റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താണ് അവർ പറഞ്ഞതെന്നുള്ള ചില കാര്യങ്ങൾ നമുക്കിതിൽ സംസാരിക്കണം. കാരണം അപ്പോഴും ആ 1% കീടാണു അന്ന് ഷിംജിതയുടെ കാര്യത്തിൽ ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇതുപോലുള്ള കേസുകളിൽ വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പല ആൾക്കാർ നമ്മളെന്താ പറഞ്ഞെന്നുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. നമ്മളെന്താ പറഞ്ഞത്? അമ്മേനെ, അത് അമ്മായിയമ്മേനെ അമ്മാന്നോ ആൻറ്റിന്നോ ചേച്ചിന്നോ മമ്മിന്നോ എന്ത് പേരോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം പറയട്ടോ, ഒരുവിധം എല്ലാവരും ഇങ്ങനെ തന്നെ പറഞ്ഞു. അതായത് അവരുടെ ചോയ്സാണ് എന്ത് വിളിക്കണം എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ള 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒന്ന് വഴിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് അത് ഇക്വലൻ ടു ആ ഒരു വ്യക്തിനെ, ആ പ്രായമായിട്ടുള്ള ആ വ്യക്തിനെ ലോകത്തിന് മുന്നിൽ മാനം കെടുത്തുന്ന രീതിയിൽ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. പ്ലസ് അത് അവർ പ്രസവിച്ചിട്ടുള്ള ഒരു മകൻ കൂടെ ഭർത്താവായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ അവനെയും കൂടി ആൾക്കാരുടെ മുന്നിൽ അവനൊരു പുല്ലുവിലയാണ് കൊടുക്കുന്നത് എന്നുള്ള കണ്ടീഷനല്ല. പിന്നെ മാത്രമല്ല പല സമയത്തും നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ പയ്യനൊരു പാവം പിടിച്ചായിട്ട് മുന്നിക്കൊന്നും വരാത്ത രീതിയിൽ ഒരു ഉദ്യോഗസ്ഥരായിട്ട് മാറുന്ന കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുവരിക്കുന്നു. ഉദ്യോഗസ്ഥരായിട്ട് പോകുന്ന രീതിയിലാണ് ഇവനെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയം സംബന്ധിച്ച് കമൻറ്റ് ബോക്സ് നോക്കിക്കൊണ്ടുണ്ടോ. ഇന്നലെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ എഴുതുന്നുണ്ട്. ഈ കമൻറ്റ് ബോക്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കീടാണുവിൻ്റെ ചെറിയൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ എന്ത് പറഞ്ഞു, ഇവരൊക്കെ എന്ത് കേട്ടു എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഇതാണ് ഒരു നീണ്ട കഥ പോലെ ഈ കീടാണു എഴുതുന്നുണ്ട്. കീടാണു ആരാന്ന് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. കീടാണു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഒരു ഭാഗത്തേക്ക് നീന്തുകയാണെങ്കിൽ എല്ലാവരും ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ ശ്രീനിവാസൻ ഏതോ സിനിമയിലെ പട്ടാളവേഷം ഇട്ടിട്ട് ഏതോ സിനിമ ഞാൻ മറന്നുപോയി, ആ കാക്കി ട്രൗസർ ഇട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കിടക്കണേ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്, ഒരു കഥയൊക്കെ നീണ്ട പറയുന്നു. ഇത്രയും പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന അമ്മ മഹാത്മ്യം കണ്ടതുകൊണ്ടാണ്. ഇവിടുത്തെ നായിക പതിവ് പോലെ ഒരു സെലിബ്രിറ്റിയാണ്. നായിക ഇൻ ദ സെൻസ് ലൈക്ക് ഇവരെയാണ് പറയുന്നത്. നായിക നമ്മളെ ഇതിട്ടോ, നായിക ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തെ വലിച്ചു കീറലാണല്ലോ കേരളത്തിലെ കുറേ യൂട്യൂബ് ക്രിയേറ്റർമാർ വീട്ടിലേക്കുള്ള അരി മേടിക്കാൻ ഇത് മാത്രമല്ല മാർഗം. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പറയാം, കീടാണുവിനോടാണ് പറയുന്നത്, ഈ ഒരു ക്രിമിനോട് പറയുന്നു. ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമൊന്നും നടക്കുന്നതല്ല. പിന്നെ ഇതൊന്നും ഗൂഗിളിൻ്റെ ഓഫീസിൽ പോയി കുത്തി തുറന്ന് കമ്പിപ്പാല എടുത്തിട്ട് തോണ്ടിക്കൊണ്ട് വരില്ല.
നമ്മളൊക്കെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവരുണ്ടല്ലോ, അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടിട്ട് പബ്ലിക്കാക്കിയിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പൈസ വാങ്ങുന്ന ആൾക്കാരില്ലേ, അവരെക്കാളും ബെറ്ററാണ്. കാരണം വെച്ചാൽ അങ്ങനെ കൊണ്ടുവന്നിടുന്ന ആൾക്കാരുണ്ടല്ലോ, സ്വന്തമായിട്ട് ഓൺ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുമ്പോൾ നല്ല നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതല്ല, സ്വന്തം ജീവിതം കാണിച്ചിട്ട് ഇതുപോലെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ അരി മേടിക്കുന്ന ആൾക്കാർ, അരി എന്നല്ല അവർ ബിരിയാണിയൊക്കെ കഴിക്കുന്നത്, അങ്ങനത്തെ ബിരിയാണി അരി എന്താ കഴിക്കുന്ന ആൾക്കാരെക്കാളും അന്തസ്സുണ്ട് എന്നേ ഞാൻ പറയുള്ളൂ, എൻ്റെ പേഴ്സണൽ ഇത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് അരി മേടിക്കുന്നത്, അപ്പോൾ അരി മേടിക്കുന്ന ആൾക്കാരും അത് ചെയ്ത ആൾക്കാരും തമ്മിൽ നോക്കിയാൽ മതിയല്ലോ. നമ്മൾ എന്തിനാണോ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുള്ളത്? ഇതാ ക്രിമിനോടുള്ള സംസാരം ഇതാട്ടോ, ഡയലോഗാണ്. ദിയ കൃഷ്ണ അവരുടെ ഭർത്താവിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നില്ല എന്നതാണ് സോഷ്യൽ മീഡിയ സദാചാര ടീമുകളുടെ അടുത്ത പരാതി. അതല്ല നമ്മളെ പരാതി. ആദ്യം പിന്നെ വേറെ എന്നാ വരുന്നത്? അറ്റ്ലീസ്റ്റ് അതെന്താണെങ്കിലും മനസ്സിലാവണ്ടേ. ഒരു തേങ്ങ അറിയാണ്ട് കയറി വന്നിക്കുകയാണ്. ദിയ കൃഷ്ണയുടെ പല വാക്കുകളോട് അവരുടെ അച്ഛൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് ശക്തമായ എതിർപ്പുണ്ടെങ്കിലും ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ പുരോഗമനപരമായ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളാണ് അവരുടെ കുടുംബക്കാർ. എന്തോ ആയിക്കോട്ടെ, പെൺമക്കൾക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ സർവ്വസ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ഇടാനും പ്രവർത്തിക്കാനും തടസ്സം നിൽക്കാതെ ഇരിക്കുക എന്നതൊക്കെ ആ കുടുംബത്തിൻ്റെ പുരോഗമനമായ നിലപാടാണ്. ഇത് ആരാ മനസ്സിലായോ? ഇത് മറ്റേ 10 പുരുഷന്മാരൊക്കെ ഉണ്ട് പറഞ്ഞ ആളാണ് കേട്ടോ. ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ കാണുക, അവരെ പരിചരിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരിക, സ്വന്തം വീടും അഡ്രസ്സും ഉപയോഗിച്ച് അവൾ ഭർതൃഗൃഹത്തിൽ താമസിക്കുക, ഇതൊക്കെ പുരുഷാധിപത്യ സമൂഹ സ്ത്രീകളോട് ചെയ്ത ക്രൂരതയാണ്. മനസ്സിലായോ? ആളെ മനസ്സിലായിണ്ടാവില്ലേ? ഞാൻ ബാക്കി വായിക്കുന്നില്ല. അപ്പോൾ ഈ അമ്മ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ നമ്മളൊക്കെ എതിർത്തിട്ടുള്ളത് അമ്മായിയമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതിനാണെന്നുള്ളത്. എന്ത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം, നമ്മളെന്ത് പറഞ്ഞു, ഇവളൊക്കെ എന്ത് കേട്ടു. എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഷിംജിതയൊക്കെ പ്രശ്നം വന്ന സമയത്ത് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ടീംസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കീടാണു ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്നും ഇതല്ല പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആകെ ഈ എഴുതിയതിൻ്റെ അടിയിൽ കുറച്ച് കമൻസ് കണ്ടു. ആ കമൻസിൽ അറഞ്ചം പറഞ്ഞും തെറിയാണ്. ഞങ്ങൾ എന്ത് പറഞ്ഞു, നീ എന്ത് കേട്ടു എന്നുള്ള കണ്ടീഷനിലാണ് ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നാട്ടുകാർ തെറി കൊടുക്കുന്നത്. ഇനി ഇവർ ഇന്ന് ഇട്ടിട്ടുള്ള വീഡിയോ, ഇപ്പം ഞാൻ ആദ്യം കാണിച്ചു തന്ന വീഡിയോൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ചില കമൻസാണ്. മുമ്പ് ഞാൻ ഒരു വലിയ ആരാധികയായിരുന്നു, പക്ഷേ ഇപ്പോൾ ദിയ കൃഷ്ണയുടെ പെരുമാറ്റം വളരെ പുരുഷവും നിരാശാജനകവും ആയി തോന്നുന്നു. മാൻലി എന്നാണ് ഉദ്ദേശിച്ചത്. ആരും ആരെയും അവരുടെ അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാൻ നിർബന്ധിക്കുന്നില്ല. അത് തികച്ചും വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷേ അവൾ അതിനെക്കുറിച്ച് സംസാരിച്ച രീതി അനാദരവും അഹങ്കാരവുമായി തോന്നി. എനിക്ക് ഇതിനകം വീട്ടിലൊരു അമ്മയുണ്ട് എന്ന് പറയുന്നതും തെരുവിലെ സാധാരണക്കാരെ പോലുള്ള മറ്റുള്ളവരെ താരതമ്യം ചെയ്യുന്നതും അനാവശ്യവും പല കാഴ്ചക്കാർക്കും വേദനാജനകവുമായിരുന്നു. സ്വന്തം മകൻ തൻ്റെ ഭാവി അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിച്ചാൽ തനിക്ക് പൊസസീവ് തോന്നുമെന്നും അവർ പറഞ്ഞതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. അത് തന്നെ വൈരുദ്ധ്യം കാണിക്കുന്നു. ഒരു ദിവസം ആളുകൾ ഈ വിവാദം മറന്നേക്കാം, പക്ഷേ പരസ്യമായി പറയുന്ന വാക്കുകൾ ഇപ്പോഴും ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയും സ്വഭാവത്തെയും ക്ഷണിക്കുന്നു. മുമ്പ് ഈ കുടുംബത്തെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ ഈ മാറ്റം കാണുന്നത് സത്യസന്ധമായി സങ്കടകരമാണ്. പ്രത്യേകിച്ച് അവരുടെ കുട്ടിയോട് എനിക്ക് വിഷമം തോന്നുന്നു. കാരണം ഇതുപോലുള്ള പൊസസീവ് മനോഭാവം അനാദരവുള്ള ചിന്തയും ഭാവിയിൽ ബന്ധങ്ങളെ ബാധിക്കും. യെസ്, കാരണം വെച്ചാൽ നാളെ ഈ കുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഈ തള്ള കയറി ഇടപെട്ടറാകെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇവർ ഉദ്ദേശിച്ചത്. ചില ആളുകൾ ഒരിക്കലും തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. കാരണം അവരുടെ സമ്പത്ത് ഒരു കവചമായി പ്രവർത്തിക്കുന്നു. അനന്തരഫലങ്ങൾ ഇല്ലാതാക്കാനോ വ്യക്തിഗത വളർച്ച ഒഴിവാക്കാനോ അവർക്ക് പണം നൽകാൻ അനുവദിക്കുന്നു. അവരുടെ അനുയായികൾ ദശലക്ഷങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് കയറുമ്പോൾ യാഥാർത്ഥ്യം ഒടുവിൽ അവരിലേക്ക് ആഴ്ന്നിറങ്ങും. ഇനി ഒരു അലവലാതി കുടുംബം അൺസബ്സ്ക്രൈബ്ഡ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് ഇവരെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി. അൺസബ്സ്ക്രൈബ്ഡ് വഴിയിൽ കൂടെ പോകുന്നവർക്ക് ഇതിലും അന്തസ്സുണ്ട്. അൺസബ്സ്ക്രൈബ്ഡ് താങ്ക് യു എന്ന് വഴിയെ പോകുന്ന ഒരാൾ. യെസ്, അശ്വിൻ ഈക്വൽ ടു സർട്ടിഫൈഡ് മൊണ്ണ. Even if a boy or a girl, there must be a respect in relationship. But Diya is treating him like a slave. Slave and not respecting his parents. How അങ്ങനെ ഹൻസികയുടെ ഇഷ്യൂ എല്ലാവരും മറന്ന് മിഷൻ അക്കംപ്ലിഷ് ഇങ്ങനെ ഒരു കാര്യം കൂടി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഹൻസികയുടെ വിഷയത്തിൽ അധികം ചർച്ചയായിരിക്കുന്ന സമയത്ത് അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി ചേച്ചി ബലിയാടായി എന്നൊരു കാര്യം വരുന്നുണ്ട്. ഞാനും അൺസബ്സ്ക്രൈബ് ചെയ്തു. അശ്വിന് ട്രംപിനേക്കാൾ മുന്നേ നോബൽ പീസ് പ്രൈസ് കിട്ടും. വഴിയിൽ കൂടെ പോകുന്നവരുടെ വീഡിയോ ആർക്ക് കാണണം, പോസ്റ്റ് ചെയ്ത് കമൻ്റ് ഇട്ട് ബൈ ആൻഡ് അൺസബ്സ്ക്രൈബ്ഡ് എന്നാണ് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ അടിയിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ള കമൻറ്റ്സ്. അപ്പോൾ എത്രത്തോളം ഹെയ്റ്റ് ഈ വ്യക്തി, ഈ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഈ ഒരു വിഷയത്തിലുണ്ടാക്കി എന്നുള്ള കാര്യം സീരിയസ്ലി എങ്ങനെ നല്ല രീതിയിൽ പോയി എന്നോർത്ത് കേട്ടോ. 10-25,000. പക്ഷെ അവർക്ക് വിഷയമായിരിക്കില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിലും ചില ആൾക്കാർ ഇതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ
ഇങ്ങനെ എവിടെയെങ്കിലും പോകുന്ന വ്ളോഗ്സ് എടുക്കുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ അവർ ഉടനെ തന്നെ ഇതുപോലെ ഒന്നും എനിക്കിതൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല, എനിക്കിതൊന്നൊരു വിഷയമല്ല എന്നുള്ള രീതിയിലുള്ള കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ഒരു വ്ളോഗുമായി വന്നതിനെ പല ആൾക്കാരും കണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ ഇത്രയും വൈകി പെട്ടെന്ന് വ്ളോഗ്സ് ഇടാറില്ല, പ്രിപ്പറേഷൻസ് ഇല്ലാതെ വ്ളോഗ്സ് ഇടാറില്ല. ഇത് പെട്ടെന്ന് വ്ളോഗ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്കിതൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി അവരുടെ മുഖത്ത് തന്നെ ആ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ അവരുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ട് എന്ന് പല ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്.